കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി അനീഷ് പയ്യന്നൂർ ചെറുപുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാധിക്കുമായിരുന്നിട്ട് പോലും അത്തരമൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി ഇവരാരും തന്നെ രംഗത്ത് വന്നിട്ടില്ല. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം സ്നേഹവുമായി പുറത്തു വരുന്ന ഇത്തരം കപട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അവരോട് നിങ്ങൾ കാണിക്കുന്ന ഒരു പ്രതിഷേധമായിരിക്കണം ഈ വരുന്ന തെരഞ്ഞെടുപ്പ്. നിങ്ങൾ ഈ തവണ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കണം. ഈ നാട്ടില് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാലാകാലമായി അധികാരത്തിൽ വന്നവർ നിങ്ങൾക്ക് ഭൂമി തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഭവന സഹായത്തിന് വേണ്ടി നിങ്ങൾക്ക് എത്ര രൂപ ലഭിക്കുന്നു നിങ്ങൾ ചിന്തിക്കണം. ഈ നാട്ടിലെ പെട്രോൾ വില വർദ്ധിപ്പിച്ചതാരാണ്? ഗ്യാസ് വില വർദ്ധിപ്പിച്ചതാരാണ്? അങ്ങനെ 100 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. പ്രിയ വോട്ടർമാരെ, നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഓട്ടോറിക്ഷ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് എന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ തന്നെ കാരണം ഈ നാട്ടിലെ ദളിതരോടും സാധാരണക്കാരോടും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്ന അവഗണനയാണ്. അതിൽ പ്രതിഷേധിച്ചാണ് നമ്മളിപ്പോൾ ഈ ഇതുപോലൊരു സമരം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ വിവിധ ആവശ്യങ്ങൾ ഇവിടുത്തെ ഭരണ പാർട്ടിക്കാരെയും അതായത് ഭരണാധികാരികളെയും പ്രതിപക്ഷത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ അവർ അറിയിക്കുന്ന ഒരു പരിഗണന പോലും തന്നിട്ടില്ല. നിരവധി നീറുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് അവരെ ശ്രദ്ധയിൽ പോലും പെട്ടെടുത്തില്ല. സാധുജന പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പല്ലാതെ കണ്ട് പിന്നോക്കം നിൽക്കുന്ന ജനതയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അവരുടെ വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിനായാലും UDF ആയാലും BJP ആയാലും അവരൊക്കെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ക്ഷേമം, അതുപോലെ തന്നെ പിന്നോക്ക നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണെന്ന് അവകാശപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്തിലാണല്ലോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്രയും കാലമായിട്ടും ഈ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടുന്ന പരിഗണന ലഭിച്ചില്ല, അവർക്ക് അർഹമായ അവകാശങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണോ അനീഷ് പറയുന്നത്? തീർച്ചയായിട്ടും അതെയാണ്. കാലാകാലങ്ങളായിട്ട് ഇവർ നമ്മളൊരു വോട്ട് ബാങ്കാക്കി കൊണ്ട് നിർത്തുകയാണ്. ഇത്രയും കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചു വരുന്നത്. അപ്പോൾ അതിന് നമ്മളെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം കോളനികളിൽ വരികയും ഒരു ദളിത് കപട സ്നേഹമാണ് ഇവർ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ മാത്രം ജനങ്ങളെല്ലാം സാധാരണക്കാരെ എല്ലാ ജനങ്ങളും, അത് ദളിതർ മാത്രമല്ല എല്ലാ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അത് എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയൊരു അട്ടിമറി വിജയം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് ഒരു പാർലമെൻ്ററി വ്യവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് മാത്രമേ പിന്നോക്കക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് അനീഷ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അംബേദ്കർ പറഞ്ഞ പോലെ അധികാരത്തിലെത്തിയാൽ തന്നെ മാത്രമേ നമുക്ക് ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് ഉറച്ച ബോധ്യമുണ്ട്.